രോഗബാധയും ഉൽപാദനക്കുറവും കമുക് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. തോട്ടങ്ങളിൽ അടയ്ക്ക നാമമാത്രമായി മാത്രമാണ് കാണപ്പെടുന്നത്. ഒരു തോട്ടത്തിൽ മാത്രം മരുന്നടിച്ചിട്ടും ഫലമില്ലെന്നാണ് കാര്യങ്ങൾ തെളിയിക്കുന്നത്. രോഗബാധയും ഉൽപാദനക്കുറവും കമുക് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനം തീരെ കുറവായാണ് കാണപ്പെടുന്നത്. കമുകിൽ അടയ്ക്കാക്കുലകളിൽ അടയ്ക്ക തീരെ കുറവാണ്. പലതിലും തീരെ ഇല്ലെന്ന് തന്നെ പറയാം. വില വലിയ തരക്കേടില്ലാതെ നിൽക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ. നിലവിലെ വില കൊണ്ട് കർഷകർക്ക് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം. മഞ്ഞളിപ്പ് ഒരു പ്രധാന കാരണമാണ് കിഴങ്ങിന് കാണുന്നത്. പിന്നെ അടക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു കൊലയും ഇല്ലാത്ത, അതായത് സാധാരണ നിലയിൽ 5-6 കൊലയാണ് ഒരു കിഴങ്ങിന് ഒരു കൊല്ലം കിട്ടുന്നത്. ഒരു കൊലയും ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. വിലയുടെ കാര്യം എന്ന് പറഞ്ഞാൽ 2 കൊല്ലം മുമ്പേ 450 റുപ്യ ഉണ്ടായിരുന്ന വില ഇന്നിപ്പോൾ അത് 350 റുപ്യയാണ് വില. അതായത് കൃഷിക്കാർക്ക് ഒരു തരത്തിലും ഏത് തരത്തിലും പിടിച്ചു നിൽക്കാനാവാത്തൊരു വിഷമത്തിലാണ് കൃഷിക്കാരുള്ളത്. മാത്രവുമല്ല, വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവുമാണുള്ളത്. കൂടാതെ ഇലപ്പുള്ളി രോഗവും പൂങ്കുല കരിച്ചിലും കൂടിയാകുമ്പോൾ കർഷകരുടെ തകർച്ച പൂർണ്ണമാവുകയാണ്. കമുകിന്റെ പച്ചപ്പുള്ള ഇലയിൽ മഞ്ഞ നിറത്തിലുള്ള ചെറിയ പൊട്ടുപോലെയാണ് രോഗം തുടങ്ങുന്നത്. മഞ്ഞ നിറം ബാധിച്ച സ്ഥലം ക്രമേണ കരിഞ്ഞുണങ്ങും. കീടനാശിനി തളിക്കുമ്പോൾ അപ്രത്യക്ഷമാകുന്ന രോഗം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തുന്നതും പതിവ് കാഴ്ചയാണ്. ഒരിടത്ത് മാത്രം മരുന്ന് തളിച്ചിട്ട് കാര്യമില്ലെന്നാണ് ഇത് തെളിയിക്കുന്നത്. പ്രദേശത്തെ മുഴുവൻ തോട്ടങ്ങളിലും മരുന്നടിക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.